പത്തനാപുരത്തെ തിളക്കമാർന്ന വിജയം നേടിയ UDF സ്ഥാനാർത്ഥി ജ്യോതികുമാർ ചാമക്കാലയാണ് ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നത്. കഴിഞ്ഞ 5 വർഷമായിട്ടുള്ള താങ്കളുടെ മണ്ഡലം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു നിരന്തരമായിട്ടുള്ള പരിശ്രമം, അതിൽ നിന്ന് കിട്ടിയൊരു ഫലമാണിപ്പോൾ. എന്താണ് തോന്നുന്നത്? ഇങ്ങനെ തീർച്ചയായിട്ടും കഴിഞ്ഞ 5 വർഷവും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിന് ശേഷം ജനങ്ങളുടെ സുഖദുഃഖങ്ങളിൽ സജീവമായി നിന്നു. അതും ഈ തെരഞ്ഞെടുപ്പിൽ എനിക്ക് അനുകൂലമായൊരു ഘടകമായി മാറിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഈ തെരഞ്ഞെടുപ്പിൽ നിരവധിയായ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഉമ്മൻചാണ്ടി സാറിനോട് രാഷ്ട്രീയ കേരളം അല്ലെങ്കിൽ എൻ്റെ എതിർ സ്ഥാനാർത്ഥി കാട്ടിയിട്ടുള്ള അനീതി, അതിനെതിരായി കേരളീയ സമൂഹത്തിന് വേണ്ടി പത്തനാപുരത്തുകാർ ഉമ്മൻചാണ്ടി സാറിന് നൽകിയിട്ടുള്ള ഒരു ട്രിബ്യൂട്ട് കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്. മറ്റൊരുപാട് ഘടകങ്ങൾ എല്ലാ വിഭാഗം ജനങ്ങളും UDF അനുകൂലമായി പത്തനാപുരത്ത് വിധി എഴുതിയിട്ടുണ്ട്. മാതൃഭൂമി ഉൾപ്പെടെ കേരളത്തിലെ 1-ാം നമ്പർ മന്ത്രി എന്ന് വിശേഷിപ്പിച്ചിരുന്ന ശ്രീ KB ഗണേഷ് കുമാർ പരാജയപ്പെടുമ്പോൾ തീർച്ചയായിട്ടും അത് ജനാധിപത്യ കേരളത്തിൽ ഒരു പുതിയ അധ്യായം കൂടിയാണ്. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ച് എന്നെ പരാജയപ്പെടുത്താൻ ആർക്കും കഴിയില്ല എന്ന ഒരുപക്ഷെ ധാർഷ്ട്യം എന്ന് തന്നെ പറയാവുന്ന രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ അതിന് ജനങ്ങൾ നൽകിയിട്ടുള്ള തിരിച്ചടിയാണ് ഈ തെരഞ്ഞെടുപ്പിലെ വിജയം. ഇതെനിക്ക് കൂടി പാഠമാണ് എന്ന ഉത്തമ ബോധ്യത്തിലാണ് ഈ റിസൾട്ടിനെ ഞാൻ കാണുന്നത്. അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒന്നോ രണ്ടോ ദിവസം മുൻപായിരുന്നു ഒരു വൈകാരികമായിട്ടുള്ളൊരു പോസ്റ്റ്, കുടുംബവും എല്ലാവരെയും നിർത്തിക്കൊണ്ടുള്ള താങ്കളൊരു പോസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എങ്ങനെയായിരുന്നു? നോക്കൂ, മാതൃഭൂമിയുടെ ഓൺലൈനിൽ തന്നെയാണ് എൻ്റെ എതിർ സ്ഥാനാർത്ഥിയുടെ ഒരു വീഡിയോ ഞാൻ കാണുന്നത്. 2013 അദ്ദേഹത്തെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റിയപ്പോൾ അതിന് നേതൃത്വം വഹിച്ചിട്ടുള്ള ആളുകളൊന്നും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല എന്നും അവർ ഭൂമുഖത്ത് തന്നെ ഇല്ല എന്നും അദ്ദേഹം പറയുമ്പോൾ, അദ്ദേഹത്തിനെതിരായി നിൽക്കുന്നവർ ആര് വന്നാലും അവർ ഭൂമുഖത്ത് തന്നെ ഉണ്ടാകില്ല എന്നൊക്കെ പറയുമ്പോൾ ഒരു പൊതുപ്രവർത്തകനെ സംബന്ധിച്ച് അത് എത്രത്തോളം ഭൂഷണമാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഞാൻ ആ വീഡിയോ ഇട്ടത്. ഒരുപക്ഷെ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് എൻ്റെ എതിരാളി ഉമ്മൻചാണ്ടി ആയിരുന്നു എന്ന് അദ്ദേഹം ഒരു ഘട്ടത്തിൽ പറയുന്നുണ്ട്. പിന്നീട് ഒരു ഘട്ടത്തിൽ പറയുന്നു അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ എതിരാളിയാണ് ഞാനെന്ന് പറയുന്നു. അപ്പോൾ അതിൽ ഒളിച്ചിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം ജനങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളത് കൊണ്ടാണ് ഞാനത് വളരെ കൃത്യമായി വിശദീകരിച്ചത്. അപ്പോൾ ആ വീഡിയോയ്ക്ക് അദ്ദേഹം പിന്നീട് എൻ്റെ മക്കളെ ചൂണ്ടിക്കൊണ്ട് മറുപടി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊന്നും ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് ശരിയാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുമുണ്ട്. സാധാരണഗതിയിൽ ആശയങ്ങളുടെ പോരാട്ടമാണ് ഒരു രാഷ്ട്രീയത്തിൽ നടക്കുന്നത്. പക്ഷേ അതിനപ്പുറത്തോട്ട് കാര്യങ്ങൾ മാറി എന്നുള്ളതാണല്ലോ ഈ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത്. പത്തനാപുരത്ത് അങ്ങനെ പോയിട്ടുണ്ട് എന്ന് പറയുന്നതിൽ എനിക്ക് മടിയില്ല. പക്ഷെ അതിന് ഞാൻ ഉത്തരവാദിയല്ല. വ്യക്തികളെ ഏത് രീതിയിലും ഇല്ലായ്മ ചെയ്യാൻ, രാഷ്ട്രീയമായി ഇല്ലായ്മ ചെയ്യാൻ എൻ്റെ എതിർ സ്ഥാനാർത്ഥി നേരത്തെയും തുനിഞ്ഞിട്ടുണ്ട്. സാക്ഷാൽ ശ്രീ ഉമ്മൻചാണ്ടിയെ പോലും അത്തരത്തിൽ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് ഞാൻ പറയേണ്ടതില്ല. അങ്ങനെയുള്ള ഒരാൾ മത്സരിക്കുന്ന മണ്ഡലത്തിൽ ഇത്തരത്തിൽ വ്യക്തിപരമായ ആരോപണ പ്രത്യാരോപണങ്ങൾ വരിക സ്വാഭാവികമാണ്. എന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഇല്ലായ്മ ചെയ്യാൻ എന്തെല്ലാം ഹീനമാർഗങ്ങൾ ഉപയോഗിക്കാൻ കഴിയുമോ അതെല്ലാം ഉപയോഗിച്ച് പരാജയപ്പെട്ട ഒരാളാണ് ശ്രീ KB ഗണേഷ് കുമാർ. എനിക്കതിൽ പരിഭവമില്ല. പിന്നെ അദ്ദേഹം പറയാറുണ്ട് ഞാൻ മാത്രമാണ് അദ്ദേഹത്തിനെതിരായി മത്സരിച്ചതിൽ അദ്ദേഹത്തോട് സംസാരിക്കാത്തതെന്ന്. തീർച്ചയായിട്ടും അങ്ങനെ ഞാൻ സംസാരിച്ചിട്ടില്ല, സംസാരിക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഏതായാലും ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നിരിക്കുന്നു. ജനങ്ങൾ എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. എനിക്ക് ഏറെ സന്തോഷമുണ്ട്. അവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പിലെ എൻ്റെ ക്യാപ്ഷൻ പോലെ, അരികിലുണ്ട് ചാമക്കാല എന്ന് പറഞ്ഞ ക്യാപ്ഷൻ പോലെ തന്നെ അവരുടെ അരികിൽ തന്നെ ഉണ്ടാകും. മണ്ഡലത്തിലെ വികസന കാര്യങ്ങളിൽ ജനാധിപത്യപരമായി ഒരു മർക്കടമുഷ്ടിയുമില്ലാതെ, ഒരു മാടമ്പിത്തരവുമില്ലാതെ അവരെ ചേർത്ത് നിർത്തിക്കൊണ്ട്, അവരെ കൂടി കേട്ടുകൊണ്ട് അവരുടെ കൂട്ടത്തിൽ ഒരാളായി അവരോടൊപ്പം ഞാനുണ്ടാകും. പാർട്ടിയുടെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചൊക്കെ പല ചർച്ചകളും നടക്കുന്നുണ്ട്. ചേട്ടൻ്റേതായിട്ടുള്ള എന്തെങ്കിലും ഒരു അഭിപ്രായമോ കാര്യങ്ങളൊക്കെ? ഒന്നുമില്ല. മുഖ്യമന്ത്രിയൊക്കെ വലിയ വലിയ കാര്യങ്ങൾ അതൊക്കെ നേതാക്കന്മാർ തീരുമാനിക്കും. അതനുസരിച്ച് മുന്നോട്ട് പോകും. പലപ്പോഴും UDF അധികാരത്തിൽ വരുമ്പോഴെല്ലാം ഇത്തരത്തിൽ ചർച്ചകൾ നടക്കാറുണ്ട്. UDFൽ ജനാധിപത്യപരമായി അഭിപ്രായങ്ങൾ പറയാനുള്ള അവകാശം എല്ലാവർക്കുമുണ്ട്. അതുകൊണ്ട് കൂടുതൽ ചർച്ച നടക്കട്ടെ. ചർച്ചകൾ എപ്പോഴും നല്ലതാണ്. തീരുമാനം വരുമ്പോൾ എല്ലാവരും അംഗീകരിക്കുകയും ചെയ്യും. തീർച്ചയായിട്ടും സ്മൂത്തായി മുന്നോട്ട് പോകും. 100-ലധികം സീറ്റുമായി മുന്നോട്ട് പോകും. ഒരു പക്ഷം ചേരാനോ ഇല്ലെങ്കിൽ അങ്ങനെയൊന്നും ഇല്ല, ആരാവണം എന്നുള്ള തരത്തിലൊന്നും ഇല്ല. അതൊക്കെ പരസ്യമായി പറയേണ്ട കാര്യങ്ങളല്ലല്ലോ. പ്രത്യേകിച്ച് ജനപ്രതിനിധിയായി തിരഞ്ഞെടുപ്പിട്ട് കഴിയുമ്പോൾ ഏത് ഫോറത്തിലാണോ ചർച്ച ചെയ്യപ്പെടുന്നത് ആ ഫോറത്തിൽ ചർച്ച ചെയ്യുമ്പോൾ എല്ലാവരുടെയും അഭിപ്രായം കേൾക്കുമ്പോൾ എൻ്റെ അഭിപ്രായം കേൾക്കും, ഞാനത് പറയും. ജ്യോതികുമാർ ചാമക്കാലയാണ് ഇപ്പോൾ ചേർന്നത്. ജോബിൻ തേടിക്കൊപ്പം വിഷ്ണുപ്രകാശ്, മാതൃഭൂമി ന്യൂസ്, കോട്ടയം.